കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തകൾക്കായിട്ട് ഹെബ്രായക്കാർക്ക് ലേഖനമായ 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഉള്ളൊരു മഹാപുരോഹിതൻ യേശുവാണ്. അവിടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ബലഹീനതകളിൽ ആ കർത്താവിന് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. ഇന്ന് ഏതെങ്കിലും ബലഹീനതകളിലായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അടുത്തു വരാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു സന്നിധാനമുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്കാണ്, കർത്താവിൻ്റെ മാർവിടത്തിലേക്കാണ്. നമ്മൾ പലരും ബലവാന്മാരെന്ന് ചിന്തിച്ചേക്കാം, പക്ഷെ പലപ്പോഴും നമ്മൾ ബലഹീനരായി പോകും. അങ്ങനെയല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. മാനസികമായി തളർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സാമ്പത്തികമായി നമ്മൾ തളർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. നമ്മുടെ കൂട്ടുബന്ധങ്ങളിൽ തളർച്ചകൾ വന്നേക്കാം. ജോലി വിഷയത്തിൽ പലപ്പോഴും നമ്മൾ അതിനെ നേരിടുമ്പോൾ നമുക്ക് പലപ്പോഴും തളർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്നൊരു പക്ഷേ ആയിരിക്കുന്ന ജോലികളെല്ലാം എനിക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുമോ, എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ച് വ്യാകുലപ്പെടുന്നവരുണ്ടായിരിക്കാം. ആത്മീയമായിട്ട് ഒരുപക്ഷെ ബലഹീനരായി പോകുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഇന്നലെ നമ്മൾ വളരെ ശക്തന്മാരായിരിക്കാം, ആത്മീയമായിട്ട് ബലപ്പെട്ടിരിക്കാം. പക്ഷെ ഇന്ന് ചിലപ്പോൾ തളർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം. ഒരുപക്ഷെ പാപം മുഖാന്തരം പലപ്പോഴും കുറ്റബോധത്തിലേക്ക് പോകുന്ന അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ രോഗത്താൽ തളർന്നു പോകുന്നവരുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നവരുണ്ട്. പൈശാചികമായ ബന്ധനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്. പലപ്പോഴും അവർ തളർന്നു പോകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരും. എന്നാൽ തിരുവചനം പറയുന്നു, പലരും നമ്മുടെ തളർച്ചകൾ കണ്ട്, നമ്മുടെ ബലഹീനതകൾ കണ്ട് അവർ ഉള്ളിൽ ഒരുപക്ഷെ സഹതാപം കാണിച്ചേക്കാം, ഇല്ലെങ്കിൽ പരിഹസിച്ചേക്കാം. ഉള്ളിൽ പുറമേ സഹതാപം കാണിച്ചേക്കാം, പക്ഷേ അവർക്ക് പലപ്പോഴും നമ്മളെ സഹായിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മൾ ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തിരുവചനത്തിൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. നമ്മൾ എങ്ങോട്ടും പോകണ്ട. പലരും പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടി ചെല്ലും. മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി, മനുഷ്യ സഹായത്തിന് വേണ്ടിയാണ് ആദ്യം ഓടുന്നത്. പക്ഷേ ആദ്യം നമ്മൾ ചെല്ലേണ്ടത് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്കാണ്. അവിടെ നമുക്കുള്ള എല്ലാ സഹായങ്ങളുമുണ്ട്. അവിടെ ചെന്നാൽ കർത്താവ് വേണ്ടുന്നതിനെ ഒരുക്കും. അതുകൊണ്ട് തിരുവചനം പറയുകയാണ്, തത്സമയത്ത്, നാളെയല്ല, എല്ലായിടത്തും രക്ഷയില്ലാതെ വരുമ്പോഴെല്ലാം ആദ്യം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ തയ്യാറാകാം. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ അതവിടെ എപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി കൃപാസനത്തിന് അടുക്കിലേക്ക് ചെല്ലുക. ഇന്ന് മേഴ്സി സീറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് കരുണ ലഭിക്കുവാൻ, നമ്മളോട് കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട്. ഒരു പ്രവാചകൻ്റെ അടുക്കിലേക്കല്ല, ഏതെങ്കിലും മധ്യസ്ഥന്മാരുടെ അടുക്കിലേക്കല്ല. പക്ഷെ ഇന്ന് കടന്നു വരേണ്ടത് യേശുക്രിസ്തുവിൻ്റെ പാദപീഠ അടുത്തേക്കാണ്. അവിടെ ധാരാളമായ കരുണയുണ്ട്. ഇന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയുകയില്ല. കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ നമ്മളോട് സിമ്പതൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി എംപതൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. എംപതൈസും സിമ്പതൈസും ഇംഗ്ലീഷിലുള്ള വാക്കുകളാണല്ലോ. അതിനകത്ത് എംപതൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ആ വിഷമം, ആ കഷ്ടം, ആ ബലഹീനത അതുപോലെ തന്നെ അറിഞ്ഞവൻ, അല്ലെങ്കിൽ ശരീരത്തെ അനുഭവിക്കാൻ, മനസ്സിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. കാരണം എബ്രായക്കാർക്ക് ലേഖനത്തിൽ തന്നെ അവിടെ പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും ഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. നമ്മളുടെ ബലഹീനതകളെ അറിയാൻ കഴിയുന്ന ഒരുവൻ ആയി മാറുവാൻ നമ്മൾ ഒരാളായി മാറിയ ഒരു യേശുവിൻ്റെ അടുക്കിലേക്കാണ്, അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. കർത്താവ് നമ്മൾ അനുഭവിച്ച പോലെ വിശപ്പ് അനുഭവിച്ചിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ദാഹം
ദാഹിച്ച് പറയുന്നതായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ഉറവയ്ക്കരികിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പടകിൽ ക്ഷീണിച്ചുറങ്ങുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. ശാരീരികമായി ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. പലപ്പോഴും മാനസികമായി തളരുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ ശിരച്ഛേദം നടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാനസികമായി അല്പം തളർന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, മാറി വേറിട്ട് പോയിട്ട് നിർജ്ജനമായ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും മനുഷ്യരാൽ തള്ളപ്പെടൽ അനുഭവിച്ച യേശുവാണ്. നമ്മളെപ്പോലെ തന്നെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ തിക്ത അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. പലരും ചെയ്യാത്ത കുറ്റം യേശുവിൻ്റെ മേൽ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് പേര് ഏത് വിഷമമാണ്, ഏത് കഷ്ടതയാണെങ്കിലും നമ്മളൊരു പക്ഷേ പറഞ്ഞേക്കാം, ഞാൻ അനുഭവിക്കുന്നത് കടന്നു പോകുന്ന അനുഭവങ്ങൾ ദൈവത്തിന് അറിയത്തില്ല. പക്ഷേ നമ്മുടെ കർത്താവ് അതെല്ലാം കടന്നുപോയ വ്യക്തിയാണ്. നമ്മൾ കടന്നു പോകാത്ത അനവധി അനുഭവങ്ങളോട് യേശു കടന്നു പോയിട്ടുണ്ട്. യേശുവിനെ വിളിച്ച പേരുകൾ പലതുമുണ്ട്. അത് നമുക്ക് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി പലപ്പോഴും കുറവുകൾ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസിന് നികുതി കൊടുക്കാൻ കഴിയാതിരുന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് മീനിൻ്റെ വായിൽ നിന്നും ചതുർധർമ്മ പണയത്തെ കർത്താവ് കൊടുക്കുന്നതായിട്ട് ആഴത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും. അപ്പോൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട അവസ്ഥകളുണ്ട്. നമ്മൾ അനുഭവിച്ചതിൽ കൂടുതൽ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു യേശുവാണ്. അവൻ്റെ രൂപം കണ്ടാൽ ആളെന്ന് തോന്നുവാൻ എന്നും ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറും വിരൂപനായി പോകുന്ന അനുഭവം നമുക്ക് ക്രൂശിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് ഏത് വിഷയമാകട്ടെ, ഇന്ന് നമ്മുടെ വിഷയങ്ങളെ അതുപോലെ അറിയുന്നൊരു കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്നു. എബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അതിന് മുമ്പായിട്ട് പറയുന്നു, അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ മുമ്പിൽ കണ്ണിന് നഗ്നവും മലതുമായി കിടക്കുന്നു. അവനുമായിട്ട് അത്രയും നമുക്ക് കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അതുപോലെ തന്നെ അനുഭവിച്ചൊരു കർത്താവിനെ ആരാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ഉള്ള കർത്താവ് യേശു ദൈവപുത്രനാണ്. സ്വർഗ സന്നിധിയിൽ ആകാശമണ്ഡലം കൊണ്ട് കടന്നുപോയൊരു മഹാപുരോഹിതനായി നമുക്കുണ്ട്. പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അവിടെ നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്. ആ കർത്താവ് ഇന്ന് ഏക മധ്യസ്ഥനായി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ധൈര്യസമേതം ആ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ആ കർത്താവ് നമുക്ക് വേണ്ടിയാണ് പീഡകളും കഷ്ടങ്ങളും ദുഃഖങ്ങളും വേദനകളും സഹിച്ചത്. നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനെന്ന് മാത്രമല്ല, അതിനെ സഹായിപ്പാൻ കഴിയുന്ന ഒരുവനാണ് ദേശം മാത്രമാണ്. കാരണം എക്സഡസ് പുറപ്പാട് പുസ്തകം 28-29 ഒരു കാര്യം പറയുന്നുണ്ട്. അഹ്റോനെ പറ്റി പറയുന്നുണ്ട്. അഹ്റോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ ഹൃദയത്തിൽ വെക്കണം എന്ന് അവിടെ ഒരു ന്യായവിധി പതക്കത്തെ പറ്റി പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ മാർവിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരെഴുതിയിട്ടാണ് ദൈവസന്നിധിയിലേക്ക് പോകുന്ന അഹ്റോൻ അല്ലെങ്കിൽ മഹാപുരോഹിതൻ. കാരണം അവിടെ ആയിരിക്കുന്ന ജനത്തിനെ ഹൃദയത്തിൽ വഹിക്കുന്നവനാണ് മഹാപുരോഹിതൻ. അങ്ങനെയുള്ള യേശു ദൈവസന്നിധിയുണ്ട്. ആ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ട്. കർത്താവ് പിതാവിനോട് പറഞ്ഞാൽ ഇന്ന് നടക്കാത്തതായ ഒരു വിഷയമില്ല. ദൈവഹിതപ്രകാരം നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ ഏത് വിഷയത്തിലും, അത് മാത്രമല്ല നമ്മുടെ ഏത് ബലഹീനതകളിലും കർത്താവിന് സഹതാപം കാണിക്കാൻ കഴിയും. നമ്മൾ നടക്കേണ്ട വഴികളെ കർത്താവിന് കാണിച്ചു തരാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:4 പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. നമ്മുടെ വേദനകളാണ് യേശു വഹിച്ചത്. നമ്മുടെ വേദനകൾ അതുപോലെ അറിയുന്നവൻ യേശു മാത്രമേ ഉള്ളൂ. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ ശരീരത്തിലേറ്റ മുറിപ്പാടിനാൽ ഇതേത് മാനസികമായ പ്രശ്നമാണെങ്കിൽ, ശാരീരികമായിട്ടാണെങ്കിൽ, ആത്മീയമായിട്ടാണെങ്കിലും അതിന് സൗഖ്യമുണ്ട്, അതിന് വിടുതലുണ്ട്. അത് മാത്രമല്ല, കർത്താവ് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാണ്. 24 മണിക്കൂർ 365 ദിവസവും യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ ഒരു ശുശ്രൂഷയുണ്ട്. തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു മഹാപുരോഹിതനായി കർത്താവുണ്ട്. പൂർണ്ണമായിട്ടും ആ കർത്താവിനെ രക്ഷിപ്പാൻ കഴിയുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, അവൻ പ്രാപ്തനാകുന്നു, അവൻ സർവശക്തനാകുന്നു, ആ കർത്താവ് കരുണാമയനാകുന്നു. ആ കർത്താവ് ഈ ദിവസങ്ങളിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അഗ്നി ജ്വാലയ്ക്കൊത്ത ഉള്ളവൻ്റെ കണ്ണിന് മുമ്പിൽ നമ്മുടെ ഒരു കാര്യവും മറവല്ല, സകലതും ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ മറുപടികൾ അയക്കും. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കർത്താവിൻ്റെ സന്നിധി ഈ ദിവസങ്ങളിൽ ശക്തിയോടെ, ബലത്തോടെ, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ വഴി നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.